ഈ പുകഞ്ഞ കൊള്ളി ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൊന്നാനി ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തുനിന്ന് മലപ്പുറത്തൊക്കെ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കാൻ തുടങ്ങിയല്ലോ. അപ്പോൾ അവർ ടൂറിസ്റ്റുകളായി ടൂറിന് വേണ്ടി പുറപ്പെട്ടതാണ് 4 ആളുകൾ. ആരാണവർ? അവരിതാ മലപ്പുറത്ത് എത്തുകയാണ്. രംഗം മഹാക്കോയി മൊയ്കുട്ടി വിരിക്കുകയാണ്. എമ്പാറടൽ ബമ്പും കരുത്തും പറ്റോർ ഏറ്റം മടൽ തായം ശുചാത്തുറ്റോർ എമ്പർ ഒരു മുണ്ട് റഫീഖൊരുമായി വളരെ ബിലാദുകൾ നടപ്പൊരുമായി നമ്പാറ് മലപ്പുറത്തണുന്ത് പാറ നമ്പി ദുരാമുൻചൊണ്ടിരുന്ന് പാറാൽ കുംഭക്കരിയോ കപ്പായമു കണ്ണും കൂട്ടാപ്പൂരി വിഷ കൊടിയും മെയ്യും കാണൽ കണ്ണും പുലിമുഖവും മേത്തേ കരുത്തും പൊർപ്പാടിപ്പുകവും. അങ്ങനെ ഏതോ ഒരു ഭാഗത്തു നിന്ന് സർക്കിറ്റിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച ബഹുമാനപ്പെട്ട വീരശൂര പരാക്രമിയായ അലിമരക്കാർ അദ്ദേഹത്തിൻ്റെ കൂടെ 4 സുഹൃത്തുക്കളും നയനമനോഹരമായ പല സ്ഥലങ്ങളും സന്ദർശിച്ചുകൊണ്ട് ഒടുവിൽ അവർ മലപ്പുറത്തും എത്തിയിരിക്കുകയാണ്. അങ്ങനെ മുസ്ലിങ്ങൾ മമതയോടുകൂടെ മലപ്പുറത്ത് ജീവിക്കുന്ന ആ സംഭവങ്ങളൊക്കെ കേട്ടറിഞ്ഞവർ മലപ്പുറത്ത് എത്തിയെന്ന് മാത്രമല്ല, അവരതാ വിശ്രമിക്കാൻ വേണ്ടി ക്ഷീണാധിക്യത്താൽ തളർന്നു പോയവർ ഒന്ന് വിശ്രമിക്കാൻ വേണ്ടിയതാ നല്ല ഒരു ആലിമരം തിരഞ്ഞെടുക്കുകയാണ്. കാണാൻ മനോഹരമായ വിശാലമായ ഒരു ആലിമരം കണ്ടപ്പോൾ നമുക്ക് ആലിമരത്തിൻ്റെ ചോട്ടിലിരുന്ന് വിശ്രമിച്ചുകൊണ്ടിരുന്ന് നമുക്ക് യാത്ര തുടരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരത് ആലിമരത്തിൻ്റെ മുമ്പിലുള്ള ഒരു പടിപ്പുര, ആ പടിപ്പുരയുടെ താഴ്ഭാഗത്ത് അവരത് വിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് മലപ്പുറം നാടുവാഴിയായ പാറനമ്പിയുടെ കൊട്ടാരമാണെന്നോ പാറനമ്പിയുടെ കൊട്ടാരത്തിൽ നിന്ന് വരുന്ന പടിപ്പുരയാണെന്നോ അവർക്കറിയില്ല. അവരേതോ പരദേശികളായ യുവാക്കളാണ്. അലിമരക്കാർ എന്നാണ് അവരുടെ തലവൻ്റെ പേര്. അങ്ങനെ 3 ആളുകൾ അലിമരക്കാരോടുകൂടി 4 ആളുകൾ മൊത്തം അവിടെ വിശ്രമിക്കുന്നതിന് വേണ്ടി അവിടെ കഴിഞ്ഞുകൂട്ടുകയാണ്. ആ സമയത്താണ് പൊയ്യൻ കന്നിന്തഞ്ചി മൊള്ളിന്തോനക്കൈ പൊരുനീയനൈ കൂടെ തരുവേനൊക്കൈ മയ്യന്നിനന്തങ്കം വിടുത്താമറുപ്പാൻ മറ്റും മതിയാമേ ഇവൻ ജഹിപ്പാൻ. അങ്ങനെ പാറനമ്പി തൻ്റെ കൊട്ടാരത്തിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പടിപ്പുരക്കലിരിക്കുന്ന 4 ആളുകളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണിവർ? ഇവർ നല്ല കാര്യപ്പെട്ട ആളുകളാണല്ലോ. ഇവരെ നമുക്ക് മനയിലേക്ക് വല്ല ജോലിക്കും കിട്ടിയാൽ നല്ല കാര്യത്തിന് പറ്റുന്ന ആളുകളാണ്. ഇവരെ എവിടുത്തുകാരാണ് എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഒരു പട്ടാളക്കാരനെ പടിപ്പുരയിലേക്ക് വിടുകയും അങ്ങനെ നിങ്ങളെ നമ്പി വിളിക്കുന്നുണ്ട് എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ബന്നും ഉറച്ചുറ്റേ കാവൽ ബോധ്യമാ പമ്പർ അതുപോലെ പൊറുപ്പോരുമായി ഇടരാതാരുദേശം പാരതി ചുറ്റും ഇടന്താൽ കൂലാകൊന്നും പിടിത്ത് വിറ്റും എടുക്കും മുതലുകളിൽ പാകു തൻ്റെ യജമാൻ തനക്കിന്തും പല നാൾ ചെണ്ടേ. അങ്ങനെ പാറനമ്പി കൊട്ടാരത്തിൽ നിന്ന് കണ്ടപ്പോൾ അവരെ വിളിപ്പിക്കുകയും അങ്ങനെ കൊട്ടാരത്തിലെത്തിയ അലിമരക്കാരും സംഘവും അലിമരക്കാരോട് പാറനമ്പി പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾക്ക് കിട്ടേണ്ട ആവശ്യമുണ്ട്. വല്ല ജോലിയും നിങ്ങളെ ഏൽപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. പാട്ടം പിരിക്കുന്ന ജോലി. നിങ്ങളെ കണ്ടാൽ ആരും പാട്ടം തരാതിരിക്കൂല. അത്രക്കും ധീരനും ചെറുചെറുക്കുമുള്ള യുവാവാണ്. നിങ്ങളെ പാട്ടം പിരിക്കാൻ ഏൽപ്പിക്കുകയാണ് ഞാൻ. എന്താ ജോലിയിൽ നിന്നുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അലിമരക്കാർ പറഞ്ഞു, നിങ്ങൾ ഇത്രയും സ്നേഹപരസ്പരം അന്വേഷിച്ചും അതുപോലെ തന്നെ അറിഞ്ഞും സ്ഥിതിക്ക് ഞാൻ 1 മാസത്തോളം നിൽക്കാൻ, ഞങ്ങൾ ടൂറിസ്റ്റുകാരാണ്, ഞങ്ങൾ യാത്രയ്ക്ക് വേണ്ടി തിരിച്ചവരാണ്. അതുകൊണ്ട് നാട് ചുറ്റിക്കറങ്ങി ഞങ്ങൾ പലതും പഠിക്കാൻ വേണ്ടി തിരിച്ച ആളുകളാണ്. അതുകൊണ്ട് നിങ്ങൾ പറഞ്ഞത് പ്രകാരം 1 മാസം നിൽക്കാം എന്ന് മാത്രമല്ല, പാറനമ്പി അവിടുന്ന് അലിമരക്കാരോട് പറയുകയാണ്, എന്നാലൊരു ഉപാധി ഞാൻ വെക്കുന്നു. നിങ്ങൾ പിരിച്ചെടുക്കുന്ന നികുതിയിൽ നിന്ന് പകുതി നിങ്ങൾ എടുത്തുകൊള്ളുക, പകുതി ഖജനാവിൽ അടച്ചാൽ മതി. അങ്ങനെ എടുക്കും മുതൽ ഗളിൽ പകുതി തൻ്റെ യജമാൻ തന്നെ കിണ്ടും പല നാൾ ചെണ്ടേ. അങ്ങനെ നികുതി എല്ലാ ഭാഗത്തും ചെന്ന് അലിമരക്കാർ പിരിക്കും. അലിമരക്കാരെ കണ്ടാൽ
ആരും നികുതി കൊടുക്കാറില്ല. അത്രക്കും ശുചായിയാണ്, ധീരനാണ്. ആര് കണ്ടാലും ഒന്ന് പേടിച്ചു പോകുന്ന രൂപത്തിലുള്ള മുഖഭാവമുള്ള അലിമരക്കാർ എല്ലാ ഭാഗത്തും പാറനമ്പി പറഞ്ഞതനുസരിച്ച് പാട്ടം പിരിക്കാൻ വേണ്ടി ചെല്ലും. അങ്ങനെ എല്ലാവരും പാട്ടം കൊടുക്കും. പകുതി ഖജനാവിലടക്കും, പകുതി അദ്ദേഹത്തിൻ്റെ ഭക്ഷണ ചെലവിന് വേണ്ടി അദ്ദേഹം പാറനമ്പി പറഞ്ഞതുപോലെ എടുക്കും. ഇങ്ങനെ പാട്ടം പിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, നികുതി പിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു സുപ്രഭാതത്തിൽ എന്തോ ഒരു അത്ഭുതമായ സംഭവമാണോ അതോ ഭീകരമായ സംഭവമാണോ, എന്താണെന്നറിയണ്ടേ അടുത്ത എപ്പിസോഡിൽ.